എല്ലാവർക്കും ഡേ ടു ഡേ ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ആസ് വെൽ ആസ് എന്ന പദപ്രയോഗം ഉപയോഗിച്ചുള്ളതായ സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് പോകാം സെന്റൻസുകളിലേക്ക്. ആസ് വെൽ ആസ് എന്നതിന് അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതുമാത്രമല്ല, ഇതും കൂടി, അല്ലെങ്കിൽ കൂടാതെ എന്നൊക്കെയാണ് അർത്ഥം. ഉള്ള കാര്യത്തിന്റെ കൂടെ ഒന്നും കൂടെ അഡീഷണലായി ചേർത്ത് പറയുവാനാണ് ആസ് വെൽ ആസ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾസിലൂടെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഐ ആം എ ടീച്ചർ ആസ് വെൽ ആസ് ആൻ ആക്ടർ. ഞാൻ നടൻ എന്ന പോലെ തന്നെ ഒരു അധ്യാപകനുമാണ്, അല്ലെങ്കിൽ ഞാനൊരു ആക്ടർ മാത്രമല്ല, ഒരു ടീച്ചറും കൂടിയാണ്. ഐ ആം എ ടീച്ചർ ആസ് വെൽ ആസ് ആൻ ആക്ടർ. ഞാൻ നടൻ എന്ന പോലെ തന്നെ ഒരു അധ്യാപകനുമാണ്. ഐ ആം എ ടീച്ചർ ആസ് വെൽ ആസ് ആൻ ആക്ടർ. ഷീ ഈസ് ടോൾ ആസ് വെൽ ആസ് ഫാറ്റ്. അവൾക്ക് വണ്ണം മാത്രമല്ല ഉയരവുമുണ്ട്. ഷീ ഈസ് ടോൾ ആസ് വെൽ ആസ് ഫാറ്റ്. അവൾക്ക് വണ്ണം മാത്രമല്ല ഉയരവുമുണ്ട്, അല്ലെങ്കിൽ അവൾക്ക് വണ്ണം എന്ന പോലെ തന്നെ ഉയരവുമുണ്ട്. ഷീ ഈസ് ടോൾ ആസ് വെൽ ആസ് ഫാറ്റ്. മനസ്സിലായോ? കുറച്ച് സെന്റൻസുകളൂടെ നമുക്ക് വീണ്ടും പ്രാക്ടീസ് ചെയ്യാം. ഹീ ഈസ് ടോൾ ആസ് വെൽ ആസ് സ്ട്രോങ്. അവൻ ശക്തൻ എന്ന പോലെ തന്നെ പൊക്കമുള്ളവനുമാണ്. ഹീ ഈസ് ടോൾ ആസ് വെൽ ആസ് സ്ട്രോങ്. അവൻ ശക്തൻ എന്ന പോലെ തന്നെ പൊക്കമുള്ളവനുമാണ്. ഹീ ഈസ് ടോൾ ആസ് വെൽ ആസ് സ്ട്രോങ്. അതായത് അവൻ ശക്തനാണ് എന്ന് നമുക്ക് നേരത്തെ അറിയാം. ഇതിനെക്കുറിച്ച് നാം പറയുന്ന സമയത്ത് അവൻ ശക്തൻ മാത്രമല്ല ഉയരമുള്ളവനുമാണ് എന്ന് പറയാണ്. ഹീ ഈസ് ടോൾ ആസ് വെൽ ആസ് സ്ട്രോങ്. ഐ ലൈക്ക് ഐസ്ക്രീം ആസ് വെൽ ആസ് ചോക്ലേറ്റ്. ചോക്ലേറ്റ് മാത്രമല്ല, എനിക്ക് ഐസ്ക്രീമും ഇഷ്ടമാണ്. ഐ ലൈക്ക് ഐസ്ക്രീം ആസ് വെൽ ആസ് ചോക്ലേറ്റ്. ചോക്ലേറ്റ് മാത്രമല്ല, എനിക്ക് ഐസ്ക്രീമും ഇഷ്ടമാണ്. ഐ ലൈക്ക് ഐസ്ക്രീം ആസ് വെൽ ആസ് ചോക്ലേറ്റ്. ഹി സ്പീക്സ് ഇംഗ്ലീഷ് ആസ് വെൽ ആസ് മലയാളം. മലയാളം എന്ന പോലെ തന്നെ അവൻ ഇംഗ്ലീഷും സംസാരിക്കുന്നു. ഹി സ്പീക്സ് ഇംഗ്ലീഷ് ആസ് വെൽ ആസ് മലയാളം. മലയാളം എന്ന പോലെ തന്നെ അവൻ ഇംഗ്ലീഷും സംസാരിക്കുന്നു. ഇവിടെ ഇത് മാത്രമല്ല, അതും കൂടിയുണ്ട്, അല്ലെങ്കിൽ അതും ആണ് എന്നൊക്കെ പറയുവാൻ വേണ്ടിയാണ് ആസ് വെൽ ആസ് എന്ന പദപ്രയോഗം ഉപയോഗിക്കുന്നത്. കൂടുതൽ സെന്റൻസുകൾ ആവർത്തിച്ച് ഉറക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ. മേ ഗോഡ് ബ്ലെസ് യു. നമുക്കിന്ന് ആസ് ലോങ് ആസ് ഉപയോഗിച്ചുള്ളതായ സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ. ആസ് ലോങ് ആസ് എന്നതിന് എത്ര കാലത്തോളം, അല്ലെങ്കിൽ ഉള്ളിടത്തോളം കാലം എന്നാണ് അർത്ഥം. ഒരു കാര്യത്തിന്റെ കാലയളവ്, ഡ്യൂറേഷൻ പറയുന്നതിനും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും സംഭവിക്കുന്നതിന് പാലിക്കേണ്ട ഒരു വ്യവസ്ഥ, കണ്ടീഷൻ അവതരിപ്പിക്കുവാനുമാണ് ആസ് ലോങ് ആസ് ഉപയോഗിക്കുന്നത്. നമുക്ക് കൂടുതൽ സെന്റൻസുകളിലൂടെ മനസ്സിലാക്കാം. ഐ വിൽ ലവ് യു ആസ് ലോങ് ആസ് ഐ ലീവ്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്നെ സ്നേഹിക്കും. ഐ വിൽ ലവ് യു ആസ് ലോങ് ആസ് ഐ ലീവ്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്നെ സ്നേഹിക്കും. ഐ വിൽ ലവ് യു ആസ് ലോങ് ആസ് ഐ ലീവ്. ഐ വിൽ റിമെമ്പർ യു ആസ് ലോങ് ആസ് ഐ ലീവ്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്നെ ഓർക്കും. ഐ വിൽ റിമെമ്പർ യു ആസ് ലോങ് ആസ് ഐ ലീവ്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്നെ ഓർക്കും. ഐ വിൽ റിമെമ്പർ യു ആസ് ലോങ് ആസ് ഐ ലീവ്. ഐ വിൽ ഹെൽപ്പ് യു ആസ് ലോങ് ആസ് യു ഹെൽപ്പ് മീ. നിങ്ങൾ എന്നെ സഹായിക്കുന്നിടത്തോളം ഞാൻ നിങ്ങളെ സഹായിക്കും. ഐ വിൽ ഹെൽപ്പ് യു ആസ് ലോങ് ആസ് യു ഹെൽപ്പ് മീ. നിങ്ങൾ എന്നെ സഹായിക്കുന്നിടത്തോളം ഞാൻ നിങ്ങളെ സഹായിക്കും. ഐ വിൽ ഹെൽപ്പ് യു ആസ് ലോങ് ആസ് യു ഹെൽപ്പ് മീ. യു ക്യാൻ യൂസ് ഇറ്റ് ആസ് ലോങ് ആസ് യു വാണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്തോളം കാലം ഇത് ഉപയോഗിക്കാം. യു ക്യാൻ യൂസ് ഇറ്റ് ആസ് ലോങ് ആസ് യു വാണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്തോളം കാലം ഇത് ഉപയോഗിക്കാം. യു ക്യാൻ യൂസ് ഇറ്റ് ആസ് ലോങ് ആസ് യു വാണ്ട്. മനസ്സിലായോ? നാം ഇപ്പോൾ പ്രാക്ടീസ് ചെയ്ത എല്ലാ സെന്റൻസുകളിലും ഒരു കാര്യത്തിന്റെ കാലയളവ് പറയുന്നതിന് വേണ്ടി നാം ആസ് ലോങ് ആസ് ഉപയോഗിച്ചു. ഇനി നമുക്ക് കണ്ടീഷൻ സെന്റൻസും കൂടെ നോക്കാം. യു ക്യാൻ അച്ചീവ് എനിത്തിങ് ആസ് ലോങ് ആസ് യു വർക്ക് ഹാർഡ്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്താൽ നിങ്ങൾക്ക് എന്തും നേടാനാകും. യു ക്യാൻ അച്ചീവ് എനിത്തിങ് ആസ് ലോങ് ആസ് യു വർക്ക് ഹാർഡ്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്താൽ നിങ്ങൾക്ക് എന്തും നേടാനാകും. You will pass the test as long as you study hard. You will pass the test as long as you study hard. നിങ്ങൾ നന്നായി പഠിക്കുന്നിടത്തോളം കാലം നിങ്ങൾ പരീക്ഷയിൽ വിജയിക്കും, അല്ലെങ്കിൽ നിങ്ങൾ നന്നായി പഠിച്ചാൽ നിങ്ങൾ പരീക്ഷയിൽ വിജയിക്കും. You will pass the test as long as you study hard. You will pass the test as long as you study hard. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ സെന്റൻസുകൾ ഉണ്ടാക്കാം, പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് കാണാം അടുത്ത വീഡിയോയിൽ.